നമസ്കാരം, ചാനൽ 91ലേക്ക് സ്വാഗതം. ലയണൽ മെസ്സിയും ഷാരൂഖ് ഖാനും മോഹൻലാലും ബ്രാൻഡ് അംബാസിഡർമാരായ ഇന്ത്യൻ സ്റ്റാർട്ടപ്പ്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീം മുതൽ ഫിഫ വേൾഡ് കപ്പ് വരെ സ്പോൺസർ ചെയ്ത മലയാളി. ഹാർവാർഡ് സ്കൂൾ ഓഫ് ബിസിനസ് എഡ്യൂക്കേഷൻ പഠന വിഷയമാക്കിയ ബിസിനസ് ഐഡിയ. ഇതൊക്കെയായിരുന്നു കുറച്ചുനാൾ മുമ്പ് വരെ ബൈജൂസ് ആപ്പ്. എന്നാൽ ഇന്ന് നിത്യച്ചെലവുകൾക്ക് പോലും പണമില്ലാതെ നഷ്ടത്തിലോടുന്ന ഒരു സ്ഥാപനമായി കൂപ്പുകുത്തിയിരിക്കുകയാണ് ബൈജൂസ്. $22 ബില്യൺ ആസ്തിയുണ്ടായിരുന്ന കമ്പനിക്ക് $3 ബില്യൺ ഇടിവാണുണ്ടായത്. അതായത് 85% നഷ്ടം. ലയണൽ മെസ്സി മുതൽ സക്കർബർഗ് വരെ ഭാഗമായ സ്ഥാപനത്തിന് ഇപ്പോൾ ഇഡിയുടെ ലുക്കൌട്ട് നോട്ടീസ് വരെ ലഭിക്കുമ്പോൾ തെറ്റായ തീരുമാനങ്ങളാണ് സ്ഥാപനത്തിന്റെ തകർച്ചയ്ക്ക് കാരണമായി വിലയിരുത്തുന്നത്. ബൈജൂസിന്റെ സ്ഥാപകനും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുമായ ബൈജു രവീന്ദ്രൻ കണ്ണൂർ ജില്ലയിലെ അഴീക്കോടുകാരനാണ്. അധ്യാപക ദമ്പതിമാരായ രവീന്ദ്രന്റെയും ശോഭന വല്ലിയുടെയും മകൻ. പഠനത്തിൽ എന്നും മികവ് പുലർത്തിയിരുന്ന ബൈജു അഴീക്കോട്ടെ സർക്കാർ സ്കൂളിൽ മലയാളം മീഡിയത്തിലായിരുന്നു പഠിച്ചത്. പഠനകാലത്ത് മാത്സ് ഒളിമ്പ്യാഡിലും സയൻസ് ക്വിസിലുമെല്ലാം ബൈജു മെഡലുകൾ വാരിക്കൂട്ടി. +2 പഠനശേഷം കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ ബിടെക്കിന് ചേർന്നു. വിജയകരമായി ബിടെക് പൂർത്തിയാക്കിയ ശേഷം ഒരു മൾട്ടിനാഷണൽ ഷിപ്പിംഗ് കമ്പനിയിൽ സർവീസ് എഞ്ചിനീയറായി ജോലി. അവധിക്ക് നാട്ടിൽ വന്ന ബൈജു തന്റെ സുഹൃത്തുക്കളെ കാണാനായി ബംഗളൂരുവിലെത്തി. ആ സമയം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ക്യാമ്പസുകളിലെ MBA പ്രവേശനത്തിനായുള്ള ക്യാറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയായിരുന്നു സുഹൃത്തുക്കൾ. പ്രവേശന പരീക്ഷയുടെ തയ്യാറെടുപ്പിൽ ബൈജു അവരെ സഹായിച്ചു. സുഹൃത്തുക്കളുടെ നിർബന്ധത്തിന് വഴങ്ങി ബൈജുവും പരീക്ഷ എഴുതി. ഫലം വന്നപ്പോൾ ക്യാറ്റ് ടോപ്പർ. ഏറ്റവും ബുദ്ധിമുട്ടേറിയ പ്രവേശന പരീക്ഷകളിലൊന്നായ ക്യാറ്റ് യാതൊരു തയ്യാറെടുപ്പുമില്ലാതെ തനിക്ക് എങ്ങനെ നേടാനായി എന്ന ചോദ്യം ബൈജുവിന്റെ മനസ്സിൽ ഉയർന്നു. പഠനം രസകരവും എളുപ്പവുമാക്കിയതിലൂടെയാണ് അത് നേടിയതെന്ന തിരിച്ചറിവാണ് അദ്ദേഹത്തിനുണ്ടായത്. ആ മാർഗം മറ്റുള്ളവർക്ക് പകർന്നു നൽകുന്നതിനായി അദ്ദേഹത്തിന്റെ അടുത്ത ശ്രമങ്ങൾ. അങ്ങനെ 2007 ബംഗളൂരുവിലെ ജ്യോതി നിവാസ് കോളേജിൽ വാരാന്ത്യങ്ങളിൽ സുഹൃത്തുക്കളുടെ സഹായത്തോടെ ക്യാറ്റ് പരിശീലന ക്ലാസുകൾ നടത്താൻ തുടങ്ങി. പാഠങ്ങൾ എങ്ങനെ ശരിയായി പഠിക്കാമെന്ന് ബൈജുവിന്റെ വിദ്യാർത്ഥികൾക്ക് മനസ്സിലായി തുടങ്ങി. വിദ്യാർത്ഥികളുടെ എണ്ണം 50-ൽ നിന്ന് 1000-ലേറെയായി ഉയർന്നു. രാജ്യത്തെ പ്രധാന നഗരങ്ങളിലേക്ക് പരിശീലന പരിപാടി വ്യാപിച്ചു. ഇതിനിടെ മറ്റു പൊതുപ്രവേശന പരീക്ഷകൾക്കുള്ള പരിശീലനവും തുടങ്ങി. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കൂടുതൽ കുട്ടികളിലേക്ക് ലളിതമായ പഠനമാർഗങ്ങൾ പരിചയപ്പെടുത്താനുള്ള ശ്രമങ്ങളായി പിന്നീട്. ഇതിനായി 2011-ൽ തിങ്ക് ആൻഡ് ലേൺ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിൽ കമ്പനിക്ക് രൂപം നൽകി. സ്കൂൾ കുട്ടികളുടെ പഠനം എളുപ്പമാക്കി അവരുടെ വിദ്യാഭ്യാസ അടിത്തറ ശക്തമാക്കുകയായിരുന്നു ലക്ഷ്യം. 4 വർഷത്തെ ശ്രമഫലമായി സ്കൂൾ കുട്ടികൾക്കായി കണക്ക്, ശാസ്ത്രം എന്നീ വിഷയങ്ങളിലുള്ള കണ്ടന്റ് തയ്യാറാക്കി മൊബൈൽ ആപ്പിലൂടെ ലഭ്യമാക്കി. 2015 ഓഗസ്റ്റിനാണ് ബൈജൂസ് ലേണിംഗ് ആപ്പിന് തുടക്കമിട്ടത്. മൊബൈൽ ആപ്ലിക്കേഷന്റെ സഹായത്തോടെ വീട്ടിലിരുന്ന് സ്വന്തമായി പഠിക്കാൻ കുട്ടികളെ പ്രാപ്തരാക്കുന്നതാണ് ബൈജൂസ് ലേണിംഗ് ആപ്പ്. കുട്ടികൾക്ക് സ്വന്തമായും എളുപ്പത്തിലും പഠിക്കാൻ ഈ ലേണിംഗ് ആപ്പ് പ്രചോദനം നൽകുന്നു. 4ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കായുള്ള പാഠങ്ങൾ ആപ്പിലൂടെ ലഭ്യമാക്കിയിട്ടുണ്ട്. ആപ്പ് അവതരിപ്പിച്ച് 2 വർഷത്തിനുള്ളിൽ 80 ലക്ഷം പേരാണ് അത് ഡൗൺലോഡ് ചെയ്തത്. നഗരങ്ങളിലുള്ള കുട്ടികൾ മാത്രമല്ല ഇന്ന് ബൈജൂസ് ആപ്പ് ഉപയോഗിക്കുന്നത്. രാജ്യത്തെ 1700ഓളം പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലുമുള്ള കുട്ടികൾ ഇത് പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഗൂഗിൾ പ്ലേ സ്റ്റോർ, ആപ്പിൾ iOS ആപ്പ് സ്റ്റോർ എന്നിവയിൽ നിന്ന് ബൈജൂസ് ആപ്പ് സൗജന്യമായി ഡൗൺലോഡ് ചെയ്യാം. കൂടുതൽ കണ്ടന്റ് വേണമെന്നുള്ളവർക്ക് ഫീസ് നൽകിയാൽ മതി. 2019 ഡിസംബറിലെ കണക്കനുസരിച്ച് 4 കോടിയിലേറെ പേർ ആപ്പ് ഉപയോഗിക്കുന്നുണ്ട്. $91 കോടി 2019-ലെ ഫോബ്സ് ഇന്ത്യ റിച്ച് ലിസ്റ്റ് അനുസരിച്ച് അദ്ദേഹത്തിന്റെ ആസ്തി മൂല്യം. ഇന്ത്യക്കാരായ ശതകോടീശ്വരന്മാരിൽ 72ാം സ്ഥാനം അദ്ദേഹം സ്വന്തമാക്കി. ലോകം കോവിഡിന്റെ പിടിയിലമർന്നപ്പോൾ ഗുണം ചെയ്തത് ബൈജൂസിനായിരുന്നു. 2020-ൽ കമ്പനി മൂല്യം $22 ബില്യൺ ഉയർന്നു. പണം കുമിഞ്ഞുകൂടിയതോടെ ബിസിനസ് വിപുലപ്പെടുത്താൻ ശ്രമിച്ചതാണ് ബൈജൂസിന്റെ തലവര മാറ്റിയത്. നഷ്ടത്തിലായിരുന്ന കോഡിംഗ് പ്ലാറ്റ്ഫോം വൈറ്റ് ഹാറ്റ് ജൂനിയർ, ആകാശ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഗ്രേറ്റ് ലേണിംഗ് തുടങ്ങിയ കമ്പനികൾ ഏറ്റെടുത്തതോടെ തകർച്ച ആരംഭിച്ചു. ലോക്ക്ഡൌൺ അവസാനിച്ച് കുട്ടികൾ സ്കൂളിൽ പോയി തുടങ്ങിയതും തിരിച്ചടിയായി. ഇതിനു പുറമെ US ഫെഡറൽ റിസർവ് സാമ്പത്തിക നയങ്ങൾ വരുത്തിയ മാറ്റം ബൈജൂസിന് ഇരുട്ടടിയായി. അമേരിക്കൻ വിപണി ലക്ഷ്യമിട്ട് നടത്തിയ പദ്ധതികൾ മുഴുവൻ പാളി. 2022-ൽ ബൈജൂസിനെതിരെ ഇഡി നടപടി ആരംഭിച്ചു. വിദേശ നാണ്യ നിയമ ലംഘന കേസിൽ 900 കോടിയുടെ അഴിമതി ഇഡി കണ്ടെത്തിയിരുന്നു. ഇതെല്ലാം ഒന്നിനു പിറകെ ഒന്നൊന്നായി എത്തിയത് വീഴ്ചയുടെ ആഴം കൂട്ടി. ഇതിനിടയിൽ കോടികൾ മുടക്കിയുള്ള പരസ്യ നിർമ്മാണം, IPL, വേൾഡ് കപ്പ് തുടങ്ങിയവയുടെ സ്പോൺസർഷിപ്പ് ഏറ്റെടുത്തതുമെല്ലാം പാളിപ്പോയി. ഇതോടെ ജീവനക്കാരെ പിരിച്ചുവിടുന്നതും ചെലവ് ചുരുക്കൽ നടപടിയുമെല്ലാം ഇടയ്ക്കിടെ വാർത്തകളിൽ നിറഞ്ഞു. $22 ബില്യൺ ആസ്തിയുണ്ടായിരുന്ന കമ്പനി ഒടുവിൽ $3 ബില്യൺ തകർച്ചയിലേക്ക് കൂപ്പുകുത്തിയ ബൈജൂസിൽ ഇനി എന്ത് സംഭവിക്കും എന്നത് ചോദ്യചിഹ്നമായിരിക്കുകയാണ്.